ഹായ് മക്കളെ, എല്ലാവർക്കും സൈലം ലേണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇറ്റ്സ് മീ യുവർ AK. അതിനൊരു ബെസ്റ്റ് ഓഫ് ലക്ക് തരട്ടെ. കാരണം നാളെ നിങ്ങൾ ഒഫീഷ്യലി 8ാം ക്ലാസ്സുകാരായി മാറാൻ പോവുകയാണ്. എന്താണ് 8ാം ക്ലാസ്സുകാരായി മാറുമ്പോഴുള്ള പ്രത്യേകത? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ഹൈസ്കൂളിൽ എത്തുകയാണല്ലേ. ഹൈസ്കൂൾ സെഷനിലായിട്ട് മാറിയിട്ടുണ്ട്. സോ ഈ ഹൈസ്കൂളിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബേസിക് ആയ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. അതായത് നമ്മൾ 9ലും 10ലും +1ലും +2ലൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളുടെ ആദ്യ അക്ഷരങ്ങൾ എന്നൊക്കെ പറയാം, ബേസ്മെന്റ് എന്ന് പറയാൻ പറ്റും. ആ ബേസ് ഇടാൻ പോകുന്നത് 8ാം ക്ലാസ്സിലാണ്. സോ ഈ ഒരു വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫിസിക്സിൽ, അതായത് ഊർജ തന്ത്രത്തില് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങള് മുന്നോട്ടേക്ക് നമ്മുടെ എഡ്യൂക്കേഷണൽ കരിയറിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും. സോ നമുക്ക് ഒന്ന് സംസാരിക്കാം, നമുക്ക് എന്തൊക്കെയാണ് ഈ വർഷം പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ സ്പെസിഫിക് ആയ 3 ട്രിക്കുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഈ ട്രിക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ വർഷം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷത്തെ ഫിസിക്സ് വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് എല്ലാവർക്കും അറിയാം, മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് ആണ്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. മിക്കവാറും നമ്മൾ ഇവിടെ സൈലത്തിൽ ചാപ്റ്റർ ഒക്കെ തുടങ്ങി മുന്നോട്ടേക്ക് പോയി അടിപൊളിയാക്കിയിട്ടുണ്ട്, സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ചാപ്റ്റർ രസമുള്ള ഒരു ചാപ്റ്റർ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ സാധിക്കും. നല്ല രസമായിട്ട് ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ പിന്നെ ഉറപ്പിച്ച് പറയണ്ട, നല്ല സൂപ്പർ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്ററിനെ പറ്റി പറയുമ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ +1ന്റെ ഒക്കെ ബേസിക് ആയ സാധനങ്ങളാണ്. ചലനം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഒരുപാട് തരം ചലനങ്ങളുണ്ട്. ആ ചലനവുമായി ബന്ധപ്പെട്ട്, അതായത് മോഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്. 9ലാണ് ഇതിന്റെ കണ്ടീഷൻ വരിക. സോ അത് ഈ ചാപ്റ്റർ ആണ് തുടങ്ങുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ കേട്ടിട്ടുണ്ടായിരിക്കും. വെലോസിറ്റി, പ്രവേഗം, അതൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ അടുത്ത ചാപ്റ്റർ ആണ് ഫോഴ്സ് അല്ലെങ്കിൽ ബലം. ഈ ബലം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ബലങ്ങളുണ്ട്, കോണ്ടാക്ട് ഫോഴ്സ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ്, ഇതെങ്ങനെയാണ് നമ്മൾ ആക്ട് ചെയ്യപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കും. നല്ല രസമുള്ള ചാപ്റ്റർ ആണ്. ഇതും നമ്മൾ സിമ്പിളായിട്ട് വളരെ ഇഷ്ടത്തോടുകൂടി പഠിക്കാൻ പറ്റിയ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരുപാടധികം അപ്ലൈ ചെയ്യപ്പെടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബലം. ഈ ചാപ്റ്ററിന് ശേഷം നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേരാണ് മാഗ്നറ്റിസം അല്ലെങ്കിൽ കാന്തികത. ഈ ചാപ്റ്റർ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചെറിയ കുട്ടികൾക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം കാന്തവുമായി ബന്ധപ്പെട്ടുള്ള കളികളിലൊന്നും പങ്കെടുക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. നിങ്ങളെ വീട്ടിലുള്ള ഒരുപാട് ഉപകരണങ്ങൾ എന്തുണ്ട്, കാന്തങ്ങളുണ്ട്. ആ കാന്തങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ്, ഇത് ആദ്യമായി എവിടെയാണ് കണ്ടെത്തിയത് എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. തുടർന്ന് ഇതിന്റെ ബാക്കി നമ്മൾ പഠിക്കുക 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിലെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ. സോ ഈ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. ബേസിക് ആയ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. പിന്നെയുള്ള ചാപ്റ്ററിന്റെ പേരാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്പെറിക്കൽ മിറേഴ്സ് അല്ലെങ്കിൽ പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ. നിങ്ങൾക്കറിയാം കുറേ ടൈപ്പ് ഓഫ് ദർപ്പണങ്ങളുണ്ട്, മിറേഴ്സ് ഉണ്ട്. കോൺകേവ് മിറേഴ്സ്, കോൺവെക്സ് മിറേഴ്സ്, പ്ലെയിൻ മിറേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ടൈപ്പ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ പ്ലെയിൻ മിറർ ആണുള്ളത്. അതേപോലെ വളഞ്ഞ കണ്ണാടികളും കൂടിയുണ്ട്. അവരെങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ സ്വാധീനം ചെലുത്തുന്നതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഇതേ ചാപ്റ്ററിന്റെ ഇന്ന് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന അതേ കാര്യങ്ങൾ നിങ്ങൾ എവിടെ പഠിക്കുന്ന അറിയാവോ? 10ാം ക്ലാസ്സില് 4ാമത്തെ ചാപ്റ്ററിലും 5ാമത്തെ ചാപ്റ്ററിലും നിങ്ങൾ ഇതേ സെയിം കാര്യങ്ങൾ പഠിക്കും. രസമാണ് പഠിക്കാൻ. ഓക്കെ ആണല്ലോ. സോ ഇതും ബേസിക് ആയ കാര്യങ്ങൾ പകരുന്ന ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് ശബ്ദം അല്ലെങ്കിൽ സൗണ്ട് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ വിവിധ തരം ശബ്ദരൂപങ്ങളെ കുറിച്ചും അവ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ശബ്ദത്തിന്റെ സവിശേഷത എന്തൊക്കെ നമ്മൾ പഠിക്കും. സോ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ചാപ്റ്റർ ആയ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്ഥിത വൈദ്യുതി, സിമ്പിൾ ചാപ്റ്റർ ആണ്. നമ്മുടെ ഡേ ടു ലൈഫ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരുപാട് ആക്ടിവിറ്റികളുമായി ബന്ധപ്പെട്ട നമുക്ക് ഒരുപാട് പരിചയമുള്ള ഒരുപാട് ആക്ടിവിറ്റികൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. രസമുള്ള ചാപ്റ്ററാണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ഫിസിക്സ് സിമ്പിളായിട്ട് ഈ വർഷം മുഴുവൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നുള്ളൂ. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. അത് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. ഫിസിക്സിന്റെ ഭാഷ, ദ ലാംഗ്വേജ് ഓഫ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ്, കണക്കാണ്. സോ കണക്കിലൂടെ നമ്മൾ ഫിസിക്സ് പഠിക്കുക. സോ കണക്കിൽ നിങ്ങൾക്ക് ബേസിക് ആയ കാര്യങ്ങളെ പറ്റി ധാരണ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും എന്ത്
ഫിസിക്സ് പഠിച്ചെടുക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഗുണന പട്ടിക പഠിക്കുക എന്നുള്ളതാണ്. ഗുണന പട്ടിക പഠിക്കണം. അതായത് 1 2 2 2 2 4 4 2 8 അങ്ങനെ പറഞ്ഞു പോയത് ഗുണപട്ടികയല്ലേ. അത് മിനിമം നിങ്ങൾ 10 വരെയെങ്കിലും പഠിച്ചു വെക്കണം. 1ഉം 2ഉം 5ഉം 10ഉം നിങ്ങൾ ആരും പഠിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. നിങ്ങൾ പഠിക്കേണ്ടത് 3 4 അതേപോലെ 6 7 8 9 അങ്ങനെ 6 എണ്ണം പഠിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ബാക്കിയൊക്കെ സിമ്പിൾ ആയതുകൊണ്ട് അത് പഠിക്കേണ്ട ഞാൻ പറഞ്ഞത്, അവിടെ പഠിച്ചതാണ്. സോ ഗുണന പട്ടിക പഠിക്കാതെ നിങ്ങൾ ആരും 8ലേക്ക് കടക്കരുത്, കേട്ടല്ലോ. സോ ഇന്ന് തന്നെ ഇരുന്ന് പഠിക്കാൻ പറ്റും, അത് പഠിച്ചേക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നുള്ളതാണ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഒരുപാട് യൂണിറ്റുകളെ പറ്റി പഠിക്കാനുണ്ട്. അതായത് നിങ്ങൾ സെന്റിമീറ്ററിനെ എന്താക്കണം, സെന്റിമീറ്ററിനെ മീറ്ററാക്കാനും മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാനും ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് കിലോഗ്രാമിനെ എന്താണ്, ഗ്രാമിനെ കിലോഗ്രാം ആക്കാനും കിലോഗ്രാമിനെ ഗ്രാം ആക്കാനും ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റേണ്ടിയിരിക്കുന്നു. സോ അങ്ങനെ മാറ്റുന്ന സമയത്ത് ഏത് മെത്തേഡ് ഉപയോഗിക്കും, എങ്ങനെ ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയ, ഗ്രാം എന്ന് പറഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റിയും കിലോഗ്രാം എന്ന് പറഞ്ഞാൽ വലിയ ക്വാണ്ടിറ്റിയും ആണല്ലോ, അങ്ങനെയല്ലേ. 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണ്. സോ പിന്നെ ഗ്രാം ചെറുതും കിലോഗ്രാം വലുതുമാണ്, അല്ലേ. അപ്പൊ നമുക്ക് ഈ കിലോഗ്രാമിനെ വലുതെന്നും ഗ്രാമിനെ ചെറുത് എന്നും എഴുതി വെക്കാം. ഞാൻ പറഞ്ഞ ട്രിക്ക് നിങ്ങൾ ഉപയോഗപ്പെടുത്തി വെക്കാം. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ചെറുതിനെ വലുതാക്കാൻ ചിലപ്പം ഡിവിഷൻ ആയിരിക്കും അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഇതിൽ ഏത് എടുക്കണം എന്നതാണ് നമ്മൾ ആദ്യത്തെ കൺഫ്യൂഷൻ. സോ ആ കൺഫ്യൂഷൻ നമ്മളിതാ ഒരു ട്രിക്ക് വെച്ച് പഠിച്ച് ക്ലിയർ ചെയ്യാൻ പോവാണ്. ആ ട്രിക്ക് ഇങ്ങനെയാണ്. നമുക്കൊരു വലിയ ക്വാണ്ടിറ്റിയെ, അതായത് വലിയ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, അത് നമുക്ക് ചെറുതാക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ പറയാണ്, വലുതിനെ എനിക്ക് എന്താക്കണം, ചെറുതാക്കണം. വലുതിനെ എന്ത് ചെയ്യണം, ചെറുതാക്കണം. അപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരുവാണ് ഗുണിക്കണമെന്ന്. ഓക്കെ. അപ്പൊ അതെങ്ങനെ പഠിക്കും, എളുപ്പം വേണ്ടിയുണ്ട്. എന്ത് പഠിച്ചത്, വാ ചെഗു എന്ന് പഠിച്ചാൽ മതി. എന്ത് പഠിക്കണം, വാ ചെഗു എന്ന് പഠിച്ചു വെക്കുക. എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്, വലുതിനെ ചെറുതാക്കാൻ ഗുണിക്കുക. വാ ചെഗു എന്ന് പഠിച്ചു വെക്കുക. വലുതിനെ ചെറുതാക്കാൻ ഗുണിക്കുക. ഗുണിക്കുക എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് എല്ലാവർക്കും അറിയാലോ, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അറിയാലോ. അതങ്ങനെ പഠിച്ചു വെക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ ചെറുതിനെ വലുതാക്കണോ, സോ ചെറുതിനെ വലുതാക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഹരിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ചേ വഹ എന്ന് പഠിക്കേണ്ട കാര്യം വരുന്നുണ്ടോ, ഇല്ല. എന്ത് പഠിച്ചാൽ മതി, വലുതിനെ ചെറുതാക്കാൻ ഗുണിക്കാനാണെങ്കിൽ ചെറുതിനെ വലുതാക്കാൻ എന്ത് ചെയ്താൽ മതി, ഹരിച്ചാൽ മതി. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ ഒറ്റ കണക്ക് നമുക്ക് ചെയ്തു നോക്കാം. എനിക്ക് 100 കിലോഗ്രാമിനെ ഗ്രാം ആക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്, കിലോഗ്രാം വലുതാണ്, ഗ്രാം ചെറുതാണ്, അല്ലെ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, ഹരിക്കുകയാണ് വേണ്ടത്. സോ കിലോഗ്രാമിനെ ഗ്രാം ആക്കാൻ എത്ര കൊണ്ട് ഹരിക്കണം എന്ന് കൂടി നോക്കണം. അപ്പൊ ഇവിടെ ബേസ് വാല്യൂ നമ്മൾ നോക്കേണ്ടത്. ഗ്രാമും കിലോഗ്രാമും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം എന്ന് പറഞ്ഞാലാണ് 1 കിലോഗ്രാം ആയിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ ബേസ് വാല്യൂ എത്രയാണ്, 1000 ആണ്. ഇനി സെന്റിമീറ്റർ മീറ്റർ വരുന്നെങ്കിലോ നമ്മൾ നോക്കണം, എത്ര സെന്റിമീറ്റർ ഒരു മീറ്റർ എന്ന്, 100 സെന്റിമീറ്റർ ഒരു മീറ്റർ. അപ്പൊ ഇവിടെ ബേസ് വാല്യൂ എത്രയായിരിക്കും, ഇവിടെ ബേസ് വാല്യൂ 100 ആയിരിക്കും, കേട്ടോ. സോ കിലോഗ്രാമിനെ ഗ്രാം ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഗുണിക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം, 1000 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 100 ഇൻറ്റു എത്ര കിട്ടും, 1000 ആണ് കിട്ടുക, കേട്ടോ. 100 ഇൻറ്റു 1000. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1 2 3 4 5 പൂജ്യം ഉണ്ടാവും. 1 ഇൻറ്റു 1 1 1 5 പൂജ്യം 1 4 5 ഇത്രയും ഗ്രാം വരും. മനസ്സിലായല്ലോ. എത്രയത്, വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് തൗസൻഡ് 10,000 ലാക്ക് 1 ലാക്ക് ഗ്രാം ആണ് എന്ത്, 100 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ. ഈ രീതി പഠിച്ചു വെക്കുക. സോ ഇത് ഒന്നാമത്തെ ട്രിക്കാണ്. ഇനി എങ്ങനെയാണ് ഗുണിക്കാൻ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എനിക്കൊരു ട്രിപ്പ്, ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, താഴെ കമന്റ് ആയിട്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, യെസ് 1000 സെന്റിമീറ്റർ എത്ര മീറ്റർ ആണെന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യും. 1000 സെന്റിമീറ്റർ എത്ര മീറ്റർ, സോറി 1 മീറ്റർ ഇട്ടുപോയി ഞാൻ, 1 മീറ്റർ അല്ല, 1000 സെന്റിമീറ്റർ എത്ര മീറ്റർ, അതാണ് എന്റെ ചോദ്യം. അതായത് എങ്ങനെ പഠിക്കണം, ഇത് ചെറുതാണ്, ഇതെന്താണ് വലുതാണ്, അല്ലെ. ചെറുതിനെ വലുതാക്കാൻ എന്ത് ചെയ്യാം, നമ്മൾ ഹരിക്കണം. എത്ര കൊണ്ട് ഹരിക്കണം, ഇവിടെ 100 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ 1000/100 ആണ് വരിക എന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേഗം ഡയറക്റ്റ് ആയിട്ട് ഈ ആൻസർ കിട്ടും. അത് ചെയ്ത് പഠിക്കാം, കേട്ടല്ലോ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് വരുന്ന മറ്റൊരു കാര്യമാണ് പോയിന്റ് ടു ദ ഹോൾ സ്ക്വയർ എന്നുള്ള കൺസെപ്റ്റ് വന്നു. പോയിന്റ് ടു ദ ഹോൾ സ്ക്വയർ
അപ്പോൾ നമ്മൾ മിക്കവാറും എഴുതിയേക്കും 2² 4 ആയതുകൊണ്ട് 0.2² എന്ന് പറഞ്ഞാൽ 0.4 നമ്മൾ വിചാരിക്കരുത്. ഇതെങ്ങനെയാണ്? 0.2 ഇൻറ്റു 0.2 ആണ് മക്കളെ. 0.2 ഇൻറ്റു 0.2 നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും 4 ആണ് ഉത്തരം വരിക. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഇതാ 2 സംഖ്യ എടുക്കണം. ഈ 2 സംഖ്യ നമ്മൾ ചെക്ക് ചെയ്യുക. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യ വരുന്നുണ്ട്, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യ വരുന്നത്. അപ്പോൾ 2 ഡിജിറ്റ് മൊത്തം വരുന്നുണ്ട് അല്ലേ? സോ നമുക്ക് എന്ത് വേണം? ഒരു പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് വരണം എന്ന് മനസ്സിലാക്കണം. ഒന്നുകൂടി ഞാൻ പറയാം, 0.2, അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെയും ഒരാൾ ഇവിടെയും ഒരാൾ, അതായത് ടോട്ടൽ 2 ഡിജിറ്റുകൾ മാറുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 0.04 എന്നാണ് ഉത്തരം കിട്ടുക. അതായത് പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ഞാൻ ചെയ്യാം. 0.2 ഇൻറ്റു 0.03 എത്രയായിരിക്കും ഉത്തരം? ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്താൽ മതി? 2 ഇൻറ്റു 3 6 എന്ന് എഴുതി വെക്കുക. എന്നിട്ട് എണ്ണുക. എന്തെണ്ണണം? പോയിന്റ് എഴുത്ത സ്ഥാനം. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. അപ്പൊ ടോട്ടൽ 3 പോയിന്റ് വരണം. അപ്പൊ 0.006 ആണ് ഉത്തരം വരിക. അപ്പൊ 0.006 ആണ് ഉത്തരം വരുന്നത്. സംശയമുള്ള ആൾക്കാർ ഇപ്പൊ തന്നെ കാൽക്കുലേറ്റർ എടുത്തോ, എന്നിട്ട് ചെയ്തു നോക്കിയോ. 0.2 ഇൻറ്റു 0.03 എന്ന് പറഞ്ഞാൽ 0.006 ആണ്. മനസ്സിലായോടാ? ക്ലിയർ ആണോ? സോ ഈ രീതി നിങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. എന്താ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്തു നോക്കുക നിങ്ങൾ. പോയിന്റ് സിമ്പിൾ ആയിട്ട് തരാം, കൂടുതൽ കഷ്ടപ്പെടണ്ട. 0.5 ഇൻറ്റു 0.4 വേണ്ട 0.004 ഒന്ന് ഉത്തരം കണ്ടുപിടിക്കണം. കേട്ടല്ലോ? സോ ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം ഉത്തരം എന്തായാലും താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതേണ്ടിയിരിക്കുന്നു. ഓക്കെ ആണോ? സോ ഈ 2 ട്രിക്കുകളും പ്രധാനപ്പെട്ട ട്രിക്കുകളാണ്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. വളരെയധികം നിങ്ങൾക്ക് ഈ വർഷം യൂസ്ഫുൾ ആവുന്ന ട്രിക്കുകളാണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒരു ട്രിക്ക് കൂടി പറയട്ടെ, ഒരു ട്രിക്ക് കൂടി. ഈ ട്രിക്ക് കുറച്ച് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പെട്ടെന്ന് പറയാം. നിങ്ങൾക്ക് ഇതാ 20.4 ഓക്കെ 2.68 കൊണ്ട് ഗുണിക്കണം എന്ന് വിചാരിക്കും. ഓക്കെ ആണോ? ഇദ്ദേഹം മൊത്തമായിട്ട് കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന മാത്രം പറഞ്ഞുതരാം. സോ 20.4 2.68 കൊണ്ട് ഗുണിക്കല്ല, ഡിവൈഡ് ചെയ്യണമല്ലോ. സോ ഹരിക്കണം. എന്ത് ചെയ്യും നമ്മൾ? സോ നമുക്ക് 204/268 നമുക്ക് സുഖമായിട്ട് ചെയ്ത് പോവായിരുന്നു. കാരണം അവിടെ ഇവിടെയും പോയിന്റ് ഒന്നുമില്ല. സോ പോയിന്റ് മാറ്റണം നമുക്ക്. ഈ സംഖ്യയിൽ നിന്നും പോയിന്റുകൾ മാറ്റിയാൽ നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ട്രിക്ക് അറിയാം. 20.4 നമ്മൾ 10 നമുക്ക് എത്ര കിട്ടും? അത് 204 കിട്ടും. ഇതെല്ലാവർക്കും അറിയാലോ. ഇത് സിമ്പിൾ അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ 2.68 എത്ര കൊണ്ട് ഗുണിക്കണം? 268 കിട്ടാൻ 100 കൊണ്ട് ഗുണിക്കണം. അതെല്ലാവർക്കും അറിയാലോ. എങ്ങനെയാ? പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ 2 പൂജ്യമുള്ള ആളെ കൊണ്ട് ഗുണിച്ചെങ്കിൽ എത്ര കിട്ടും? 268 എന്ന് കൃത്യമായിട്ട് കിട്ടും. എല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ 4.4832 എനിക്ക് പോയിന്റ് ഇല്ലാണ്ടാക്കണേ എത്ര കൊണ്ട് ഗുണിക്കണം? പോയിന്റിന് ശേഷം എത്ര സ്ഥാനം നോക്കുക? 1 2 3 4. അപ്പൊ അത്രയും പൂജ്യമുള്ള ആളെ കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. അപ്പൊ എനിക്ക് എത്ര കിട്ടും? 4.4832 എന്ന് ഉത്തരം കിട്ടും. ഐഡിയ കിട്ടിയോ? സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അന്നൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്കിതാ 20.4 2.68 കൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഡിവൈഡ് ചെയ്യാൻ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ, നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ പോയിന്റ് എഴുതി 2 സ്ഥാനമുണ്ട് അല്ലേ? 2 സ്ഥാനമല്ലേ പോയിന്റ് കഴിഞ്ഞിട്ട്? ഇവിടെ എന്തോ ഉള്ളൂ? ഒരു സ്ഥാനമേ ഉള്ളൂ അടാ, അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, എവിടെയാണോ കൂടുതൽ പോയിന്റ് കഴിഞ്ഞ സ്ഥാനമുള്ളത് നോക്കാം. അത് എവിടെയാണ്? താഴെയാണ്. 2.68 ആണ്. 2.68 നമുക്ക് 268 ആക്കണേ എത്ര കൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ താഴെ നിങ്ങൾ ആദ്യം 100 കൊണ്ട് ഗുണിക്കുക. ക്ലിയർ ആണോ? സോ താഴെ 100 കൊണ്ട് ഗുണിക്കാൻ മാത്രം പറ്റൂല. താഴെ നിങ്ങൾ 100 കൊണ്ട് ഗുണിച്ചെങ്കിൽ മുകളിൽ എന്ത് ചെയ്യണം? മുകളിൽ നിങ്ങൾ 100 കൊണ്ട് തന്നെ ഗുണിക്കണം.
മനസ്സിലായില്ല? അതായത് നമ്മളിതാ ഇവന്റെ സ്ഥാനം മാറ്റുകയാണ്. 2.68നെ 268 ആക്കാൻ വേണ്ടി 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമ്മൾ 100 കൊണ്ട് നേരെ ഗുണിക്കുന്നു. ഇവിടെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, എന്തുകൂടി ചെയ്യണം? കണക്കിലെ ഒരു ക്രിയ വെച്ചിട്ട് തിയറി വെച്ച് നമ്മൾ മോളിൽ എന്ത് ചെയ്യണം? മോളിലും ഹരിക്കണം, ഗുണിക്കണം. അപ്പൊ എനിക്ക് ശരിക്കും ഞാൻ ആക്ച്വലി എന്താ ചെയ്തത്? ആക്ച്വലി ഞാൻ 100/100 കൊണ്ടല്ലേ ഇവിടെ ഒരു സംഖ്യേനെ ഗുണിച്ചത്. ആ സംഖ്യ ഏത് വേണമെങ്കിലും ആവട്ടെ, എക്സ് എന്ന സംഖ്യേനെ ഞാൻ 100/100 ഗുണിച്ചു. അതിന്റെ അർത്ഥം എന്താ? 100/100 മീൻസ് 1 അല്ലേ? സോ ശരിക്കും എക്സ് ഇൻറ്റു 1 അല്ലേ നമ്മൾ ചെയ്തത്. അതിന്റെ അർത്ഥം എക്സ് തന്നെയല്ലേ, ഒരു മാറ്റവും ഇല്ലല്ലോ. സോ ഈ വാല്യൂല് പ്രത്യേകിച്ച് വല്ല മാറ്റവും ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അതായത് ഞാൻ ഇവിടെ 100/100 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ 1 കൊണ്ട് ഗുണിച്ചു എന്നാണ്. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ വരുന്നത്? ഞാൻ ഒന്നുകൂടെ ഇവിടേക്ക് എഴുതുകയാണ്. 20.4 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 2.68 ഇൻറ്റു 100 എന്നാണ് വരിക. സെറ്റാണോ? ക്ലിയർ ആണോ? അപ്പൊ എനിക്ക് എത്ര കിട്ടും? ഇവിടെ ഞാൻ പെട്ടെന്ന് മാറ്റി എഴുതുകയാണ്. എനിക്ക് എന്ത് കിട്ടും? ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടോ 2.68 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും എനിക്കത് 268 എന്നാണ് കിട്ടുക. ഇനി മുകളിൽ നോക്കണം. 20.4 ഇൻറ്റു 10 എത്രയായി? 204 ആയില്ലേ? പക്ഷെ ഇത് മൊത്തം 100 ഇല്ലേ? അപ്പം 204 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയായിട്ട്? 204 വീണ്ടും ഒരു 0 ഇവിടെ കിടക്കല്ലേ. അപ്പം നമ്മൾ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2040 എന്നാണ് വരിക. അതെല്ലാവർക്കും അറിയാലോ, ഇല്ലേ? സോ ഇതിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഇട്ടേക്കാണ്ടി നമുക്ക് കാണാം. സോ നിങ്ങൾക്ക് 3 ട്രിക്ക് ഞാൻ പഠിപ്പിച്ചു തന്നു. ഇനി ഇത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. 2040 ഡിവൈഡഡ് ബൈ 268 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. അല്ലാതെ ഈ 20.4 ഡിവൈഡഡ് ബൈ 2.68 ചെയ്യാറുന്ന കുറച്ച് പാടാണ് അല്ലേ? സോ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ 3 ട്രിക്കുകൾ ഞാൻ പഠിപ്പിച്ചു. ഈ 3 ട്രിക്കിലും ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് അയക്കണം. കൂടാതെ നിങ്ങളൊരു കാര്യം കൂടി ചെയ്യുക. താഴെ കൂടി മിക്കവാറും സ്ക്രോള് പോകുന്നത് കാണാൻ പറ്റും. നമ്മുടെ യോദ്ധ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറും 2000 രൂപയുള്ളൂ. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കയറി വരണം. ഓക്കെ ആണല്ലോ? സോ നമുക്ക് അടിച്ചു പൊളിയിട്ട് പഠിക്കാം. സെറ്റാക്കി തരുന്നുണ്ട്. സോ നാളെ അല്ല, ഇനി നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ